ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോകുന്നത് 2023 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനോട് പോകാം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളെ നവീകരിക്കുക. ഇതിലേതാണ് ഉൾപ്പെടുത്താൻ ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. രാജ്യാന്തര വ്യാപാരത്തിൽ 75% ഉൽപ്പാദനം, അതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. അപ്പോൾ നമുക്ക് G20 കുറച്ച് ഫാക്ട്സുകൾ പഠിക്കാം. അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന ഫോറമാണ് G20 എന്നറിയപ്പെടുന്നത്. 1997 ആരംഭിച്ച ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം 1999 ധനമന്ത്രിമാർക്കും സെൻട്രൽ ബാങ്ക് ഗവർണർക്കും ആഗോള സാമ്പത്തിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു വേദി എന്ന നിലയിലാണ് G20 സ്ഥാപിതമായത്. അപ്പോൾ ഇതിൽ G20 സ്ഥാപിതമായ വർഷം നോക്കുക, 1999 കേട്ടോ. സെൻട്രൽ ബാങ്ക് ഗവർണർമാർക്കും അതുപോലെ ധനകാര്യ മന്ത്രിമാർക്കും ഒരു ആഗോളമായിട്ടുള്ളൊരു വേദി, അവർക്ക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു വേദി, അതിന് വേണ്ടിയിട്ടായിരുന്നു 1999 ഇത് സ്ഥാപിതമായത്. 2007 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രതലവന്മാരുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. എന്നിട്ട് 2007 ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമാണ് ഇത് രാഷ്ട്രതലവന്മാരുടെ തലത്തിലേക്ക് ഇത് ഉയർത്തപ്പെട്ടത്. ഇനി നമുക്ക് G20 അംഗങ്ങൾ നോക്കാം. G20 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 19 അംഗങ്ങളും പിന്നെ നമ്മുടെ യൂറോപ്യൻ യൂണിയനും ആണുള്ളത് കേട്ടോ. 19 അംഗങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ്. ഈ 19 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. അർജന്റീനയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, ബ്രിട്ടൻ, അമേരിക്ക. ഓക്കെ, ഇത് എങ്ങനെയൊക്കെ പഠിച്ചു വെക്കാട്ടെ. ചിലപ്പം G20 ഇല്ലാത്ത രാജ്യങ്ങൾ ഏതാണെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലോ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒരു 19 രാജ്യങ്ങളുടെ പേര് പഠിച്ചു വെക്കാം. ഇനി 2023 ആഫ്രിക്കൻ യൂണിയൻ G20 സ്ഥിരം അംഗമായിട്ടുണ്ട്. ഇനി മുതൽ G21 എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2023 മുതൽ നമ്മുടെ ആഫ്രിക്കൻ യൂണിയൻ കൂടി ഇതിൽ അംഗമായിട്ടുണ്ട്. G20 അംഗങ്ങൾ GDP-യുടെ 85%, G20 അംഗങ്ങൾ എന്ന് പറയുന്നത് GDP-യുടെ 85%, ആഗോള വ്യാപാരത്തിലെ 75%, ആഗോള വ്യാപാരത്തിൽ G20 അംഗങ്ങൾ എങ്ങനെയാണ് 75%, അതേപോലെ ലോക ജനസംഖ്യയുടെ 2/3 പ്രതിനിധീകരിക്കുന്നുണ്ട്. ലോക ജനസംഖ്യയുടെ 2/3 പ്രതിനിധീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം രാജ്യാന്തര വ്യാപാരത്തിൽ 75% എന്ന് കണ്ടിട്ടത് ഒരിക്കലും G20 ലക്ഷ്യമല്ല. G20 സവിശേഷതകളാണ് പറയുന്നത്. അതായത് G20 അംഗങ്ങൾ GDP-യുടെ 85% ഉണ്ട്, അതുപോലെ തന്നെ ആഗോള വ്യാപാരത്തിൻ്റെ 75%, ലോക ജനസംഖ്യയുടെ 2/3 പ്രതിനിധീകരിക്കുന്നതാണ് ഈ G20 എന്ന് വിളിക്കുന്നത്. ഇനി G20 കുറച്ച് ക്ഷണിതാക്കളായിട്ടുള്ള സംഘടനയുണ്ട്. അത് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഉണ്ട്. നമ്മുടെ UN ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്, IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്, WHO, WTO, ILO, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ്, FSB, അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആസിയാൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്, പിന്നെ കൊയാലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ ക്ഷണിതാക്കളായിട്ട് വരുന്നതാണ്. ഇനി ക്ഷണിതാക്കളായ കുറച്ച് രാജ്യങ്ങളുടെ പേര് ഇതിൽ പറയുന്നുണ്ട്. ബംഗ്ലാദേശ്, നൈജീരിയ, സ്പെയിൻ, ഈജിപ്റ്റ്, ഒമാൻ, UAE. ഓക്കെ, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ക്ഷണിതാക്കളായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. 2 സമാന്തര ട്രാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് G20 എന്ന് പറയുന്നത്. അതായത് ഇതിന് 2 ട്രാക്കുകളുണ്ട്. ഫിനാൻസ് ട്രാക്കും ഉണ്ട്, ഷെർപ്പ ട്രാക്കും ഉണ്ട്. ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുമ്പോൾ ധനകാര്യ മന്ത്രിമാരും സെൻട്രൽ ബാങ്ക് ഗവർണറുമാണ് ഇതിൽ നേതൃത്വം വഹിക്കുന്നത്, ഫിനാൻസ് ട്രാക്കിനെ. ഷെർപ്പ ട്രാക്ക് ആണെങ്കിൽ അംഗരാജ്യത്തിൻ്റെ നേതാവിൻ്റെ പ്രതിനിധിയാണ് ഷെർപ്പ അല്ലെങ്കിൽ ഷെർപ്പകളാണ് ഈ ട്രാക്ക് നിയന്ത്രിക്കുന്നത്. ഇന്ത്യയുടെ നമ്മുടെ ഷെർപ്പ ആയിരുന്നത് 2022 നമ്മുടെ ഡിസംബറിൽ ഇന്ത്യ അംഗത്വം വഹിച്ചു അല്ലേ. 2023 22 ഡിസംബറിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് കേട്ടോ. G20 ഇന്ത്യയുടെ ഷെർപ്പ എന്ന് പറയുമ്പോൾ അമിതാഭ് കാന്ത് ആയിരുന്നു. ഇനി G20 2023 ലോഗോ ആൻഡ് തീം, ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിലനിർത്തുന്ന തരത്തിലാണ് ലോഗോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിനെ സംയോജിപ്പിച്ച് നിലനിർത്തുന്ന പോലത്തെ ലോഗോയും, കുങ്കുമം, വെള്ള, പച്ച, നീല എന്നിവയാണ് ലോഗോയുടെ നിറങ്ങൾ. കുങ്കുമം ഉണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട്, പിന്നെ ഒരു നീലയും കൂടെ ഉണ്ട്. നമ്മുടെ ഫ്ലാഗിൻ്റെ അതേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അശോചക്രത്തിന് നീല കളറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ഇനി 2023 പ്രമേയം നോക്കുക. അത് വസുദേവ കുടുംബം, 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. വസുദേവ കുടുംബം അല്ലെങ്കിൽ 1 എർത്ത് 1 ഫാമിലി 1 നേച്ചറാണ് തീമായിട്ട് വരുന്നത്. മഹാ ഉപനിഷത്തിൽ നിന്നാണ് ഈ പ്രമേയം ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മഹാ ഉപനിഷത്തിൽ നിന്നാണ്.
ഇനി G20യുടെ പ്രയോറിറ്റീസ്, അതായത് ഇന്ത്യ G20യിൽ ഏതൊക്കെ വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ അതും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇട്ട് നൽകാം. അപ്പോൾ ഇന്ത്യ G20യിൽ എന്തൊക്കെ വിഷയത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യത്തത് ഗ്രീൻ ഡെവലപ്മെൻറ്റ്, ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് ലൈഫ്, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, പരിസ്ഥിതിയിലുള്ള ജീവിതശൈലി. ഈ ലൈഫ് എന്ന് പറയുമ്പോൾ ലൈഫിന് നമ്മുടെ മോദി കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ലൈഫിന് ഫുൾ ഫോം ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് എന്നാണ് കേട്ടോ. ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ്, ജീവിതശൈലിയായിട്ട് നമ്മുടെ പരിസ്ഥിതിയും കൂടി ഉൾപ്പെടുത്താനുള്ള രീതിയിൽ. അപ്പോൾ ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, പരിസ്ഥിതിക്കുള്ള ജീവിതശൈലി, അതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് വൺ, ത്വരിതപ്പെടുത്തി ഉൾക്കൊള്ളുന്ന പ്രതിരോധശേഷിയുള്ള വളർച്ച, ആക്സിലറേറ്റഡ് ഇൻക്ലൂസീവ് ആൻഡ് റെസിലിയൻറ്റ് ഗ്രോത്ത്. മൂന്നാമത്തത് ആക്സിലറേറ്റിംഗ് പ്രോഗ്രസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലെ പ്രോഗ്രസ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. നാലാമത് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സാങ്കേതിക പരിവർത്തനവും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും. നാലാമത്തത് മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദി 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള ബഹുമുഖ സ്ഥാപനങ്ങൾ. ഇനി വിമൻ ലെഡ് ഡെവലപ്മെൻറ്റ്, സ്ത്രീകൾ നയിക്കുന്ന വികസനം. ഇത്രയുമായിരുന്നു ഇതിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ പ്രയോറിറ്റി വിഷയങ്ങളിൽ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതും പഠിച്ചു വെക്കാം. അതുപോലെ നമ്മുടെ 2024 G20 മുൻഗണനാ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ 2023 മുൻഗണനാ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി 2024 G20യുടെ മുൻഗണനാ വിഷയങ്ങൾ നോക്കാതെ സാമൂഹിക നീതിയും വിശപ്പിനെതിരെയുള്ള പോരാട്ടവും, സാമൂഹിക നീതിയും വിശപ്പിനെതിരെയുള്ള പോരാട്ടവും, പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, ആഗോള സംഘടനയുടെ പരിഷ്കരണം. പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, ആഗോള സംഘടനയുടെ പരിഷ്കരണം, ഈ മൂന്നെണ്ണമാണ്. 2024 G20യുടെ പ്രസിഡൻസി അല്ലെങ്കിൽ ഇത് സ്ഥാനം വഹിക്കുന്ന ആരാണ്? ബ്രസീലാണ് കേട്ടോ. ബ്രസീലാണ് നമ്മുടെ 2024 G20യുടെ സ്ഥാനം വഹിക്കുന്നത്. ഇനി 2022 2022 അത് ഇന്തോനേഷ്യ, ബാലിയിൽ ഇന്തോനേഷ്യയിൽ വെച്ചിട്ടായിരുന്നു. 22 നമ്മൾ 23 നമ്മളതിൻ്റെ പ്രസിഡൻസി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ അതായത് ഇപ്പം പ്രസിഡൻസി വഹിക്കുന്ന നിലവിൽ പ്രസിഡൻസി ആരാണോ അവരും, കഴിഞ്ഞ പ്രസിഡൻസി ആരാണോ അവരും, ഇനി വരാൻ പോകുന്നവർ ആരാണോ ഇവർ 3 പേരെയും കൂടി ചേർത്തിട്ട് നമ്മളൊരു പേര് വിളിക്കും, അതാണ് ട്രോയിക്ക കേട്ടോ. ട്രോയിക്കയാണത്. അതായത് നമ്മുടെ ഇന്ത്യ സ്ഥാനം വഹിച്ചപ്പോൾ ഇന്ത്യ പ്രസിഡൻസി വഹിക്കുമ്പോൾ ഉള്ള ട്രോയിക്ക ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ വരും, ഇന്ത്യ വരും, പിന്നെ ബ്രസീൽ വരും. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ ട്രോയിക്ക ആരാണ്? ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീലാണ്. ഇനിയിപ്പോൾ ബ്രസീലാണല്ലോ സ്ഥാനം വഹിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ 2024 G20യുടെ ട്രോയിക്ക ചോദിച്ചാൽ 24 ട്രോയിക്കയാണ് ആരൊക്കെ? ഇന്ത്യ വരും, ബ്രസീൽ വരും. ഇനി അടുത്ത 2025 വേദി എന്ന് പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ട്രോയിക്കയിൽ വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ 2024 ട്രോയിക്കയാണ് ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ. G20 പ്രതിനിധികൾക്ക് നൽകിയ 2 ലഘുലേഖകളുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നില്ല 2023 G20യുടെ കാര്യമാണ് കേട്ടോ. ഈ 2023 G20 പഠിക്കാൻ കാരണം നമ്മൾ വേദി ആയതുകൊണ്ട് തന്നെ കുറേ ഫാക്ടറുകളുണ്ട്. G20 പ്രതിനിധികൾക്ക് നൽകിയ 2 ലഘുലേഖകളുണ്ട്. ഭാരത് ദി മദർ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ലഘുലേഖ ഉണ്ടായിരുന്നു. ഭാരത് ദി മദർ ഓഫ് ഡെമോക്രസി. അതിൽ നിന്നാണല്ലോ ഇവിടെ വിവാദമായിട്ട് ഇന്ത്യ മാറ്റിയിട്ട് ഭാരതായോ എന്നൊക്കെ പറഞ്ഞ വിവാദമായ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസി ഒരു ലഘുലേഖയാണ്. ഇനി അടുത്ത ലഘുലേഖ എന്ന് പറയുന്നത് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ലഘുലേഖയാണ്. അപ്പോൾ 2 ലഘുലേഖകളായിരുന്നു. ഭാരത് ദി മദർ ഓഫ് ഡെമോക്രസിയും ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ ശില്പം G20 വേദിക്ക് മുന്നിലായാണ് സ്ഥാപിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ നടരാജ പ്രതിമ എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ G20 വേദിക്ക് മുന്നിലായിരുന്നു. G20യുടെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹിയിൽ ഭാരത മണ്ഡപത്തിലായിരുന്നല്ലോ G20 നടന്നത്. അപ്പോൾ അവിടെയാണ് നടരാജ ശില്പം വന്നത്. നടരാജ ശില്പം G20 വേദിക്ക് മുന്നിലാണ് സ്ഥാപിച്ചത്. ഉയരം 28 അടിയാണ് കേട്ടോ. നടരാജ വിഗ്രഹത്തിൻ്റെ ഉയരം എത്രയാണ്? 28 അടിയാണ്. 8 ലോഹങ്ങൾ കൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. സ്വർണ്ണം, വെള്ളി, ചെമ്പ്, സിങ്ക്, ടിൻ, മെർക്കുറി, ഇരുമ്പ് പോലുള്ള 8 ലോഹങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചതാണ്. ഇനി ഈ G20യിൽ ചർച്ച ചെയ്യപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് നോക്കാം. ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വന്നു. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. കപ്പൽ മാർഗം പശ്ചിമേഷ്യയിലേക്കും തുടർന്ന് റെയിൽ മാർഗം യൂറോപ്പിലേക്കും ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന പദ്ധതി.
ചൈനയുടെ വാണിജ്യ ശൃംഖലയായ ബെൽറ്റ് ആൻഡ് റോഡ് അതിന് ബദലായിട്ടുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിക്കപ്പെട്ടു. അതായത് സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണം വർദ്ധിപ്പിക്കുക, ലിംഗ ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുക, സ്ത്രീകളുടെ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, ക്ഷേമം എന്നിവ ഉറപ്പാക്കൽ. ഇതൊക്കെയായിരുന്നു ന്യൂഡൽഹി പ്രഖ്യാപനം. അതൊക്കെ അംഗീകരിച്ചു. ഏതൊക്കെയാണ്? സാമ്പത്തികവും സാമൂഹികമായ ശാക്തീകരണം വർദ്ധിപ്പിക്കുക, ലിംഗ ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുക, സ്ത്രീകളുടെ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, ക്ഷേമം എന്നിവ ഉറപ്പാക്കൽ. അതൊക്കെ അംഗീകരിച്ചു. ശുദ്ധവായു ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് സ്ഥാപിക്കുക. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇവർ മെയിനായിട്ട് അതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇനി നമ്മുടെ G20 ആയിട്ട് ബന്ധപ്പെട്ട കുറേ മീറ്റിംഗ് പ്ലേസസ് ഉണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് നടന്നത്. അപ്പോൾ അതെല്ലാം പഠിക്കണം എന്ന് വെച്ചാൽ പഠിക്കണം. കാരണം മിക്കവാറും ഈ G20 പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാംസിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത് കഴിഞ്ഞ എക്സാംസിനൊക്കെ ഇപ്പോൾ G20 കുറിച്ച് അങ്ങനെ വന്നിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് വരാതിരിക്കണം എന്നുമില്ല. സോ കുറച്ച് വേദികളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ കുറച്ച് മീറ്റിംഗ് പറയാം. നമ്മുടെ ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് ഉദയ്പൂറിലാണ്. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് നടന്നത് കേരളത്തിലാണ്, കുമരകത്ത് കേട്ടോ. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് ആണെങ്കിൽ കേരളത്തിൽ കുമരകത്തായിരുന്നു. ഫസ്റ്റ് ഉദയ്പൂറിലായിരുന്നു. ഇനി ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഇൻഡോറിൽ നിന്നായിരുന്നു. ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് ഇൻഡോറിലും ഫസ്റ്റ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ഖജുരാഹോയിൽ നിന്നായിരുന്നു. കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് ഖജുരാഹോ. അതുപോലെ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് മുംബൈയിൽ നടന്നു. സെക്കൻഡ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് കുമരകത്തായിരുന്നു കേട്ടോ. കുമരകം. ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് നമ്മുടെ മുംബൈയിലും സെക്കൻഡ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് കുമരകത്തിൽ നടന്നു. ഇനി ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് നടന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് നടന്നത് തിരുവനന്തപുരമായിരുന്നു. ഇനി ഫസ്റ്റ് നമ്മുടെ G20 എംപവർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. G20 എംപവർ മീറ്റിംഗ് അത് ഫസ്റ്റ് ഗാന്ധിനഗറിൽ നടന്നു. G20 എംപവർ മീറ്റിംഗ് ഗാന്ധിനഗറിൽ നടന്നു. സെക്കൻഡ് G20 എംപവർ മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്തായിരുന്നു. സെക്കൻഡ് G20 എംപവർ മീറ്റിംഗ്. ഇനി ഫസ്റ്റ് ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ബാംഗ്ലൂർ നടന്നു. ഫസ്റ്റ് ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ബാംഗ്ലൂറും തേർഡ് ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് കൊച്ചിയിൽ നടന്നു. തേർഡ് ആണെങ്കിൽ കൊച്ചിയിൽ നടന്നു. പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പൂനെയിലാണ് നടന്നത്. എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നത് പൂനെയിലാണ്. പിന്നെ നമ്മുടെ ബിസിനസ് 20 അല്ലെങ്കിൽ B20 മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയിലും. സിവിൽ 20 മീറ്റിംഗ് നടന്നത് ജയ്പൂർ ആയിരുന്നു. ഈ C20യുടെ ഇന്ത്യ ചെയറായിട്ട് പോയത് മാതാ അമൃതാനന്ദമയാണ് കേട്ടോ. C20 ജയ്പൂർ ആയിരുന്നു വേദി. അതിൽ ഇന്ത്യയുടെ ചെയറായിട്ട് പോയത് മാതാ അമൃതാനന്ദമയായിരുന്നു. ഓക്കെ, തിങ്ക് 20യുടെ മീറ്റിംഗ് കൂടെ നോക്കിക്കോ. തിങ്ക് 20യുടെ മീറ്റിങ്ങിൻ്റെ വേദി നമ്മുടെ എവിടെയായിരുന്നു? മൈസൂർ കേട്ടോ. തിങ്ക് 20യുടെ വേദിയാണെങ്കിൽ മൈസൂറായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിൽ വേദി ഉണ്ടായിരുന്നത് കുമരകം ഉണ്ടായിരുന്നു, തിരുവനന്തപുരം ഉണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മൂന്നിടത്തായിരുന്നു കേരളത്തിൽ G20യുടെ വേദികൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണെന്ന്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് SCRT പോയിന്റാണ് കേട്ടോ. SCRTയിലുള്ളൊരു പോയിന്റാണ്. എന്നാണ് തിരിച്ചെത്തിയത്? 2013 മാർച്ച് 31 കേട്ടോ. SCRTയിലുള്ള പോയിന്റാണ്. 2013 മാർച്ച് 31 അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിലേക്ക് തിരിച്ചെത്തിയത്. അഭിലാഷ് ടോമിനെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഏഷ്യൻ പായ്വഞ്ചി കപ്പൽ മത്സരത്തിൽ, ലോകത്തിലെ പായ്വഞ്ചി കപ്പൽ മത്സരത്തിൽ സെക്കൻഡ് സ്ഥാനത്തിലെത്തിയ ആളാണ് അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിൻ്റെ കപ്പലൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമിലൊക്കെ പറഞ്ഞാന്ന് തോന്നുന്നില്ല, കറണ്ട് അഫെയറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബയാനത്തായിരുന്നു. അതിൽ തന്നെ ഫസ്റ്റ് വന്നത് ന്യൂ ഫിഷർ എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻകാരിയായിരുന്നു. ആദ്യ വനിതയായിരുന്നു. അതിൽ ഫസ്റ്റ് വന്നത് ന്യൂ ഫിഷർ ആയിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നോക്കുക, മുംബൈയിൽ തിരിച്ചെത്തിയ വർഷം നോക്കുക 2013 മാർച്ച് 31. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. സമപന്തി ഭോജനമാണെങ്കിൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ പന്തി ഭോജനമാണെങ്കിലോ? സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. എന്നാൽ പന്തി ഭോജനം ആരംഭിച്ച ആരാണ്? അത് തൈക്കാടയ്യാണ് കേട്ടോ. പന്തി ഭോജനമാണെങ്കിൽ തൈക്കാടയ്യാണ്. ഇനി നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ ഒരു പ്രസ്ഥാനമുണ്ടല്ലോ, അതായത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ തുടക്കം കുറിച്ച
ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്, സമത്വ സമാജമാണ് കേട്ടോ. സമത്വ സമാജം നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നുണ്ട്. അത് വന്ന വർഷം ചോദിച്ചാൽ 1836 കേട്ടോ. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ വൈകുണ്ഠ സ്വാമികൾ ജനിച്ച വർഷം എന്നാണ്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ച വർഷമൊക്കെ ചോദിക്കേട്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് 1809 മാർച്ച് 12 കേട്ടോ. നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 സ്വാമിത്തോപ്പ്, കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് ജനിച്ചത്. ഇനിയും അന്തരിച്ച വർഷം കൂടെ നോക്കിക്കോ, 1851 ജൂൺ 3 അന്തരിച്ചു കേട്ടോ. 1851 ജൂൺ 3 അന്തരിച്ചു. 1809 മാർച്ച് 12 ജനിക്കണ്ടായി. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം തിരുക്കുറലാണ്. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം ചോദിച്ചാൽ അത് തിരുക്കുറലാണ്. ഊഴിയം, വിരുദ്ധ തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ഠ സ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവ് നോക്കിക്കോ, അത് സ്വാതി തിരുനാളാണ്. ഊഴിയം, വിരുദ്ധ തുടങ്ങിയ ജന്മിത്തൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാതി തിരുനാളിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായി ഈ നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ ഊഴിയം നിർത്തലാക്കിയ ഒരു തിരുവിതാംകൂർ രാജാവുണ്ടല്ലോ, ഓക്കെ, അതാരാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുട്ടിക്കാലത്ത് നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അറിയപ്പെട്ടത്. പക്ഷേ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റുകയാണ് പിന്നീട് ചെയ്തത്. ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടെയും ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളുടെയാണ് കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം. അതുപോലെ പോവാണോ? ഓക്കെ, ബാക്ക് ടു ക്ലാസ്. അപ്പം നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രദക്ഷിണ നടത്തിയതാരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രദക്ഷിണ നടത്തിയ നവോത്ഥാനം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. ഇനി വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് 110 ദിവസം ശിങ്കാരിത്തോപ്പ് ജയിലിലടച്ച തിരുവിതാംകൂർ രാജാവ് ചോദിച്ചാലോ, അത് നമ്മുടെ സ്വാതി തിരുനാളാണ് കേട്ടോ. 1838 സ്വാതി തിരുനാളാണ് അങ്ങനെ ചെയ്തത്. ഇനി സുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയറ് തൻ്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതും നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. സുചീന്ദ്രൻ ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയറ് തൻ്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠ സ്വാമിയാണ്. ഇനി വൈകുണ്ഠസ്വാമീൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു ആര്? തൈക്കാടയ്യ കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെ യഥാർത്ഥ ശിഷ്യൻ തൈക്കാടയ്യാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന്, ഇങ്ങനെ പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ ചോദിച്ചാൽ അഖില തിരുട്ട്, അതുപോലെ അരുൾനൂല്. അഖില തിരുട്ടുണ്ട്, അരുൾനൂലുണ്ട്. അഖില തിരുട്ട്, അമ്മാനെ, അരുൾനൂല് എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് ഹരിഗോപാലൻ കേട്ടോ. ഹരിഗോപാലനാണത് ചിട്ടപ്പെടുത്തിയത്. ഇനി വൈകുണ്ഠ സ്വാമികളുടെ 5 ശിഷ്യന്മാരെ അറിയപ്പെടുന്ന ഒരു പേരുണ്ടത് സീഡർ ആണ് കേട്ടോ. 5 ശിഷ്യന്മാരെ അറിയപ്പെട്ടിരുന്നത് സീഡർ എന്നാണ്. സീഡർ. ഇനി നമ്മുടെ അയ്യാവഴി നമ്മുടെ ചിന്താ പദ്ധതിയാണ്. വൈകുണ്ഠ സ്വാമികളുടെ ചിന്താ പദ്ധതിയാണ്. അതിൽ അങ്ങേരുടെ ലക്ഷ്യം, അയ്യാവഴിയിലൂടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അയ്യാവഴിൻ്റെ കേട്ടോ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അയ്യാവഴിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അയ്യാവഴി ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്ന് ചോദിച്ചാൽ പതികളാണ്. അയ്യാവഴി ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പതികൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങളാണ് ഏത്? 2ഉം 4 കേട്ടോ. ബുഷ്മനും ദയാക്കുമാണ്. ബുഷ്മനും ദയാക്കുമാണ് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗം എന്ന് പറയുന്നത്. ബുഷ്മനും ദയാക്കുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബുഷ്മനും ത്വാരകുമാണ്. ഈ ബുഷ്മൻ എന്ന് പറയുന്നത് ഏത് ഉഷ്ണമരുഭൂമിയിലുള്ളവരാണ്? ബുഷ്മൻ എന്നുള്ളത് കൽഹാരി കേട്ടോ. കൽഹാരിയിലുള്ളവരാണ് ബുഷ്മൻ എന്നുള്ളത്. ത്വാരക് ആണെങ്കിലോ ത്വാരക് നമ്മുടെ സഹാറയിലുള്ളവരാണ് കേട്ടോ. ത്വാരക് സഹാറയിലുള്ളവരാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഇന്ത്യയിൽ മെയിനായിട്ട് കാണപ്പെടുന്ന കാലാവസ്ഥ ചോദിച്ചാൽ അത് മൺസൂൺ കാലാവസ്ഥയാണ് കേട്ടോ. ഇന്ത്യയിൽ കാണപ്പെടുന്ന കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥയാണ്. ഇന്ത്യക്ക് പുറമെ ഈ മൺസൂൺ കാലാവസ്ഥയുള്ള മറ്റ് രാജ്യങ്ങൾ ചോദിച്ചാൽ മ്യാൻമാറും സൗത്ത് ചൈനയിലുമാണ്. മ്യാൻമാർ, സൗത്ത് ചൈനയിലാണ് ഇന്ത്യക്ക് പുറമെ മൺസൂൺ കാലാവസ്ഥയുള്ള മറ്റ് രാജ്യങ്ങൾ. ഇനി ബെറിങ് കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങളെ വേർതിരിക്കുന്നതാണ്? ബെറിങ് കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങളെ വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ബെറിങ് കടലിടുക്ക്. ഇനി അതല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കോണ്ടിനെൻറ്റ്സിനെ വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നോർത്ത് അമേരിക്കനെയും ഏഷ്യനെയാണ് കേട്ടോ. നോർത്ത് അമേരിക്കനെയും ഏഷ്യനെയും വേർതിരിക്കുന്നതാണ് ബെറിങ് കടലിടുക്ക്. നമ്മുടെ ആഫ്രിക്കനെയും അതുപോലെ ഏഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏത് കനാലാണ്? ആഫ്രിക്കനെയും ഏഷ്യനെയും വേർതിരിക്കുന്ന കനാലാണ് സൂയസ് കനാൽ കേട്ടോ. സൂയസ് കനാലാണ്. ഇനി ലോകത്തിൽ തന്നെ ആകെ കരവിസ്തൃതിയുടെ എത്ര
എത്ര പാർട്ടാണ് ഏഷ്യ? ലോകത്തിലെ തന്നെ ആകെ വിസ്തൃതിയുടെ എത്ര പാർട്ടാണ് ഏഷ്യ എന്ന് ചോദിച്ചാൽ 1/3 പാർട്ട് കേട്ടോ. 1/3 ലോകത്തിലെ തന്നെ കരവിസ്തൃതിയുടെ 1/3 ഭാഗം എന്ന് പറയുന്നത് ഏഷ്യയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ലോകത്തിൽ തന്നെ ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് നമ്മുടെ വടക്കേ അമേരിക്കയിലെ 5 മഹാതടാകങ്ങളുണ്ടല്ലോ, ഈ 5 മഹാതടാകങ്ങൾ എത്ര ശതമാനമാണ് ലോകത്തിൽ തന്നെ ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ 21% കേട്ടോ. 21% ഉൾക്കൊള്ളുന്നത്. അതായത് വടക്കേ അമേരിക്കയിലാണ് ഈ പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്ക, കാനഡ, US ഇവിടങ്ങളിലായിട്ടുണ്ട്. വടക്കേ അമേരിക്ക, കാനഡ, US. ഇതിൽ ഏതൊക്കെയാണ് ഈ 5 തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേക്ക് സുപ്പീരിയർ ഉണ്ട്, മിഷിഗൺ ഉണ്ട്, ഹ്യൂറൻ ഉണ്ട്, ഇറി ഉണ്ട്, ഒണ്ടാരിയോ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ തടാകമാണ് സുപ്പീരിയർ കേട്ടോ. സുപ്പീരിയർ ആണ് ഏറ്റവും വലിയ തടാകം. ഇനി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്നവരെ അറിയപ്പെടുന്നത് എന്താണ്? മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്നവരാണ് എന്ത്? ഇനിയൂട്ടുകൾ കേട്ടോ. ഇനിയൂട്ടുകളാണ്. ഇനി അറ്റ്ലാന്റിക് ഓഷനെ പസഫിക് ഓഷനും തമ്മിൽ വേർതിരിക്കുന്ന കനാലാണെങ്കിലോ, അറ്റ്ലാന്റിക് ഓഷനെ പസഫിക് ഓഷനെ വേർതിരിക്കുന്ന കനാലാണ് പനാമ കനാൽ കേട്ടോ. 77 കിലോമീറ്ററാണ് പനാമ കനാലിനുള്ളത്. അതാണ് അറ്റ്ലാന്റിക് ഓഷനെയും പസഫിക് ഓഷനും തമ്മിൽ വേർതിരിക്കുന്ന കനാൽ. ഈ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ വെള്ളച്ചാട്ടമായ ഏഞ്ചല വെള്ളച്ചാട്ടം, ഏഞ്ചൽസ് വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ അതും സൗത്ത് അമേരിക്കയിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽസ് വെള്ളച്ചാട്ടം. അത് സ്ഥിതി ചെയ്യുന്നതും സൗത്ത് അമേരിക്കയിലാണ്. ഇനി വെൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുൽമേട് എവിടെയാണ്? വെൽസ് എന്ന് പറയുന്ന പുൽമേട് ഏത് വനക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ. വെൽസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ പ്രയറീസ് ആണെങ്കിലോ, പ്രയറീസ് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അമേരിക്കയിലാണ്. പ്രയറീസ് ആണെങ്കിൽ നോർത്ത് അമേരിക്കയിലും. ഇനി ഡൗൺസ് ആണെങ്കിലോ, ഡൗൺസ് ഓസ്ട്രേലിയയിലുമാണ്. പ്രയറീസ് നോർത്ത് അമേരിക്ക, ഡൗൺസ് ഓസ്ട്രേലിയ, വെൽസ് ആണെങ്കിൽ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലുമാണ്. ഇനി മൗണ്ട് അക്കോങ്കുവ ഏത് വനക്കരയിലാണ്? മൗണ്ട് അക്കോങ്കുകയാണെങ്കിൽ തെക്കേ അമേരിക്കയിലാണ് കേട്ടോ. മൗണ്ട് അക്കോങ്കുകയാണെങ്കിൽ തെക്കേ അമേരിക്കയിലും. ഇനി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിലോ, വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മക്കിൻലി കേട്ടോ. മക്കിൻലി ആണെങ്കിൽ നോർത്ത് അമേരിക്കയിലും, അക്കോങ്കുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയിലുമാണ്. ഇനി മക്കിൻലി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ അലാസ്ക പർവ്വതനിരയിലാണ്. മക്കിൻലി സ്ഥിതി ചെയ്യുന്നത് അലാസ്ക പർവ്വതനിരയിലാണ്. അടുത്തത് നമ്മുടെ വലുപ്പത്തിൽ യൂറോപ്പിൻ്റെ സ്ഥാനം എത്രയാണ്? വലുപ്പത്തിൽ യൂറോപ്പിൻ്റെ സ്ഥാനം ചോദിച്ചാൽ 6 ആണ് കേട്ടോ. വലുപ്പത്തിൽ യൂറോപ്പിൻ്റെ സ്ഥാനം 6 ആണ്. 5ാം സ്ഥാനത്തുള്ളതോ അത് അന്റാർട്ടിക്കയാണ്. ഏറ്റവും വലുത് നമുക്ക് ഏഷ്യ എന്നറിയാം. 5ാം സ്ഥാനത്തുള്ളത് അന്റാർട്ടിക്കയും 6ാം സ്ഥാനത്ത് യൂറോപ്പുമാണുള്ളത്. ഓക്കെ, ഇനി പാമ്പാസ് പുൽമേട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാമ്പാസ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? പാമ്പാസ് അത് സൗത്ത് അമേരിക്കയാണ്. പാമ്പാസ് പുൽമേട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ സൗത്ത് അമേരിക്ക. ഇനി ചെമ്മരിയാട് വളർത്തലിൽ പ്രസിദ്ധമായ വൻകര ചോദിച്ചാലോ? ചെമ്മരിയാടിന് പ്രസിദ്ധമായ വൻകര ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. ചെമ്മരിയാടിന് പ്രസിദ്ധമായ വൻകരയാണ് ഓസ്ട്രേലിയ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ബച്പൻ ബച്ചാവോ ആന്തോളനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? കൈലാസ് സത്യാർത്ഥിയാണ് കേട്ടോ. കൈലാസ് സത്യാർത്ഥിക്ക് ഏത് വർഷമാണ് നോബൽ പുരസ്കാരം, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത്? 2014 2014 ആരുമായിട്ടാണ് പങ്കിട്ടെന്ന് ചോദിച്ചാൽ മലാല യൂസഫ്സായിയുമായിട്ടാണ് പങ്കിട്ടത്. ഇനി ബച്പൻ ബച്ചാവോ ആന്തോളൻ ഏത് വർഷമാണ് ഫോം ചെയ്തത്? ബച്പൻ ബച്ചാവോ ആന്തോളൻ നമ്മുടെ ബാലവേല വിരുദ്ധ സംഘടനയാണ്. അത് ഫോം ചെയ്ത വർഷം നോക്കിക്കോ, 1980 ഫോം ചെയ്തത്. ബാലവേലക്കെതിരെയായിട്ട് നമ്മുടെ കൈലാസ് സത്യാർത്ഥീൻ്റെ ഒരു ഇതിൽ കൊണ്ടുവന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? റെക്മാർക്ക് കേട്ടോ. റെക്മാർക്കാണ്. അതിൻ്റെ പുതിയ പേരാണ് ഗുഡ് വീവ്. അപ്പോൾ ബാലവേല വിരുദ്ധ പ്രോഡക്ട്സിന് കൊടുക്കുന്ന ലോഗോ അല്ലെങ്കിൽ മാർക്കാണ് റെക്മാർക്ക് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിൻ്റെ പുതിയ പേര് ചോദിച്ചാൽ അത് ഗുഡ് വീവാണ്. ഇനി അണ്ണാ ഹസാരെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അണ്ണാ ഹസാരെ അത് വിവരാവകാശമാണ് കേട്ടോ. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അണ്ണാ ഹസാരെ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അരുണ റോയി ആണെങ്കിലോ, അരുണ ആസിഫ് അലി ആണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതും, അരുണ റോയി ആണെങ്കിൽ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായിട്ടുള്ളൊരു സംഘടന ഉണ്ട് രാജസ്ഥാനിൽ ഫോം ചെയ്ത മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. അതിൻ്റെ മുൻനിരക്കാരിയാണ് അരുണ റോയും. അതേപോലെ തന്നെ നമ്മുടെ അരുണ റോയും നിഖിൽ ഡേയും അതിൻ്റെ മുൻനിരക്കാരാണ്. ഓക്കെ, ഇനി മേധാ പട്കർ എന്ന് പറയുന്നത് നമ്മുടെ നർമ്മദ ബച്ചാവോ ആന്തോളനുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഈ മേധാ പട്കർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മീൻ വിറ്റ് പകരം നേടിയ
നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതെയായി എന്ന് പറയുന്നത് ഏത് സംഘകാല കൃതിയാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. അത് ഓപ്ഷൻ ബി പുറനാനൂറ് കേട്ടോ. പുറനാനൂർ സംഘകാല കൃതിയിൽ ഉൾപ്പെടുന്ന വരികളാണ് കേട്ടോ. പുറനാനൂറിലുള്ള സംഘകാല കൃതിയിലെ വരികളാണ്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായത് പുറനാനൂറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെ എന്ത് വിളിക്കുന്നു? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതുമാണ്, അതുപോലെ കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് ഏത്? മൂലധനമാണോ, ഭൂമിയാണോ, തൊഴിലാണോ, സംഘാടനമാണോ? അതെന്താണത്? മൂലധനം കേട്ടോ. മൂലധനമാണ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെ നമ്മൾ വിളിക്കുന്നത് മൂലധനം എന്നാണ്. ഓക്കെ. ബാക്കി സംഘാടനം, ഭൂമി, ഇതിനൊക്കെ ഒരു ഇതുണ്ടല്ലോ, വരുമാനം. ഇതിന് കിട്ടുന്ന വരുമാനം ഏതാണ്? മൂലധനത്തിന് കിട്ടുന്ന വരുമാനം, അതിൽ ഭൂമിക്ക് കിട്ടുന്ന വരുമാനം, ഇതൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ഭൂമിയാണെങ്കിൽ നമുക്ക് പാട്ടം കിട്ടും, തൊഴിലാണെങ്കിൽ വേതനം കിട്ടും, സംഘാടനമാണെങ്കിലോ ലാഭം കിട്ടും. ഇനി മൂലധനമാണെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. ഇനി ചലിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാത്ത ഇതിൽ ഏതെന്നാന്ന് ചോദിച്ചാൽ മൂലധനത്തിനും ഭൂമിക്കുമാണ്. ചലനശേഷി ഇല്ലാത്ത നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലുള്ള ചലനശേഷി ഇല്ലാത്തതാണ് രണ്ടെണ്ണം, മൂലധനവും ഭൂമിയാണ്. ചലനശേഷിയുള്ള രണ്ടെണ്ണമാണ് തൊഴിലും സംഘാടനവും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണത്? കിലിയൻ എംബാബെ കേട്ടോ. കിലിയൻ എംബാബയ്ക്കാണ് 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. കാരണം ഇതാണ് ലാസ്റ്റിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൻ്റെ ഇവൻ്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാക്ട്സുകൾ പഠിച്ചു വെക്കണം. 2022 നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? ഖത്തറിലായിരുന്നു അല്ലേ? ഖത്തറിലെ ലൊസൈൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നതാണ് ലോകകപ്പ് ഫൈനൽ കേട്ടോ. അതിൽ കറക്റ്റായിട്ട് നോക്കാം, ഫൈനലാണ്. ലോകകപ്പ് ഫൈനൽ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ലൊസൈൻ സ്റ്റേഡിയം ആയിരുന്നു, ഖത്തറിലായിരുന്നു. അതിൽ ആരാണ് ജേതാക്കളായത്? അർജൻറ്റീനയാണ് ജേതാക്കളായത്. അപ്പോൾ ഫൈനൽ സ്റ്റേഡിയമാണ് ലൊസൈൻ സ്റ്റേഡിയം. അതിൽ ജേതാക്കളായത് ആരാന്ന് ചോദിച്ചാൽ അർജൻറ്റീനയാണ്. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അർജന്റീന ഫിഫ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. എത്ര വർഷത്തിന് ശേഷമാണ്? 36 വർഷത്തിന് ശേഷമാണ് അർജന്റീനയ്ക്ക് ഈ ഒരു ലോകകപ്പ് കിരീടം കിട്ടുന്നത്. ഇനി അർജന്റീന ഫുട്ബോൾ ലോകകപ്പ് നേടിയ വർഷങ്ങളോട് പഠിക്കണം. 1978 കിട്ടി, 1986, അത് കഴിഞ്ഞ് 2022 കിട്ടിയത്. അപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് അർജന്റീനയ്ക്ക് ലോകകപ്പ് ഫുട്ബോൾ കിരീടം കിട്ടുന്നത്. 1978, 86, അതിനുശേഷം 36 വർഷത്തിന് ശേഷം 2002 കിട്ടിയത്. ഇനി ഇതിൽ റണ്ണേഴ്സ് അപ്പ്, അതായത് അർജന്റീന ആരെയാണ് തോൽപ്പിച്ചെന്ന് ചോദിച്ചാൽ ഫ്രാൻസിനെയാണ് കേട്ടോ. റണ്ണേഴ്സ് അപ്പ് ആരാണ്? ഫ്രാൻസ് ആണ് ഇതിൽ റണ്ണേഴ്സ് അപ്പ്. സ്കോർ 3-3 പക്ഷേ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ 4-2 നമ്മുടെ അർജന്റീന ജയിച്ചത്. ഇനി ടൂർണമെന്റിൽ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയതാണ് ഏറ്റവും കൂടുതൽ പേർ പങ്കിട്ട നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോട്ടോ ഒക്കെ. അതേതായിരുന്നു? ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയ മെസ്സിക്കാണ് കേട്ടോ. ലയണൽ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയത്. ഇനി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരമായിരുന്നു ക്വസ്റ്റ്യൻ. അത് കിലിയൻ എംബാബെയാണ്. കിലിയൻ എംബാബെ ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. കിലിയൻ എംബാബയ്ക്കാണ്. കിലിയൻ എംബാബെ ഫ്രാൻസ് രാജ്യമാണ്. ഇനി ആകെ 8 ഗോളുകളാണ് എംബാബെ ആ വേൾഡ് കപ്പിൽ നേടിയത്. അപ്പം കിലിയൻ എംബാബയ്ക്ക് കിട്ടിയ ഗോളുകളുടെ എണ്ണം കൂടെ നോക്കിക്കോ. 8 ഗോളുകളാണ് കിലിയൻ എംബാബയ്ക്ക് കിട്ടിയത്. ഇനി ഗോൾഡൻ ഗ്ലൗ കിട്ടിയതാണെങ്കിലോ? ഗോൾഡൻ ഗ്ലൗ അതും അർജന്റീനക്കാരനായ നമ്മുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനാണ്. ഗോൾഡൻ ഗ്ലോ കിട്ടിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്. ഇനി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയതോ? മികച്ച യുവതാരം അത് എൻസോ ഫെർണാണ്ടസ് ആണ് കേട്ടോ. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം കിട്ടിയത് എൻസോ ഫെർണാണ്ടസ് ആണ്, അർജന്റീനക്കാരനാണ്. ഖത്തർ വേൾഡ് കപ്പ് 2022 ഫൈനൽ നടന്ന വേദി ലൊസൈൻ സ്റ്റേഡിയം, ഖത്തർ നമ്മൾ പറഞ്ഞാണ്. ഖത്തർ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങളിൽ ഉപയോഗിച്ച പന്തിൻ്റെ പേരാണ് അൽ ഹിൽമ. സെമി ഫൈനൽ മത്സരങ്ങളിലാണെങ്കിൽ അത് അൽ ഹിൽമയും, എന്നാൽ നമ്മുടെ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്തിൻ്റെ പേര് അൽ റഹിലയാണ്. അൽ ഹിൽമ ലാസ്റ്റിൽ സെമി ഫൈനലും ഉപയോഗിച്ചു. അതിൻ്റെ അർത്ഥം സ്വപ്നം എന്നാണ്. അൽ റിഹ്ല ആണെങ്കിൽ അതിൻ്റെ അർത്ഥം യാത്ര എന്നാണ്. അതാണ് ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്ത്.
ഇനി 2022 നടന്ന ഖത്തർ വേൾഡ് കപ്പ് എത്രാമത് ലോകകപ്പായിരുന്നു ചോദിച്ചാൽ 22ാമത് കേട്ടോ. 22ാമത് ലോകകപ്പായിരുന്നു. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 32ആണ്. 22ാമത് ലോകകപ്പായിരുന്നു. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 32ആണ്. ഔദ്യോഗിക ഗാനം ഹയ്യ ഹയ്യ ആയിരുന്നു. ഔദ്യോഗിക ഗാനം എന്തായിരുന്നു? ഹയ്യ ഹയ്യ ആയിരുന്നു. ഇനി ഫുട്ബോൾ ട്രോഫി ഡിസൈൻ ചെയ്തത് സിൽവിയോ ഗസ്നിഗയാണ് കേട്ടോ. സിൽവിയോ ഗസ്നിഗ അവരാണിത് ഫുട്ബോൾ ട്രോഫി ഡിസൈൻ ചെയ്തത്. ഫുട്ബോൾ ട്രോഫിയുടെ ഭാരമൊക്കെ നോക്കിക്കോ, 6.176 കിലോഗ്രാം ഒക്കെയാണ് അതിന് ഭാരം എന്ന് പറയുന്നത്. ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു കേട്ടോ. ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം നടന്നത്. ഇനി ലോകകപ്പ് കിരീടം നേടിയത് അർജന്റീനയാണ്. 3ാം കിരീടം നമ്മൾ US ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-2 ഫ്രാൻസിനെ തോൽപ്പിച്ചത്. ഇനി റണ്ണേഴ്സ് അപ്പ് ആയത് ഫ്രാൻസ് ആണ്. 3ാം സ്ഥാനം കൂടെ നോക്കിക്കോ, അത് ക്രൊയേഷ്യയാണ് കേട്ടോ. 3ാം സ്ഥാനത്തെത്തിയ ആളാണ് ക്രൊയേഷ്യയാണ്. 4ാം സ്ഥാനമാണെങ്കിൽ അത് മൊറോക്കോ ആണ്. 4ാം സ്ഥാനം മൊറോക്കോയും 3ാം സ്ഥാനം ക്രൊയേഷ്യയുമാണ്. ഫൈനലിൽ നിയന്ത്രിച്ച മുഖ്യ റഫറി സിമോൺ മാർസിനിയാക്കാണ് ഫൈനൽ നിയന്ത്രിച്ച മുഖ്യ റഫറി കേട്ടോ. സിമോൺ മാർസിനിയാക്കാണ്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ മെസ്സിക്കാണ് കിട്ടി. ഗോൾഡൻ ബൂട്ട് ആണെങ്കിൽ നമ്മുടെ കിലിയൻ മർഫിക്കാണ്. ഗോൾഡൻ ഗ്ലോവ് ആണെങ്കിൽ എമിലിയാനോ മാർട്ടിനസ് ആണ്. ഇനി യുവതാരത്തിനുള്ള പുരസ്കാരം നമ്മൾ പറഞ്ഞു, എൻസോ ഫെർണാണ്ടസ് ആണ്, നമ്മുടെ അർജന്റീനക്കാരനാണ്. ഇനി ഫെയർ അവാർഡ് നേടിയത് ഇംഗ്ലണ്ടിനാണ് കേട്ടോ. ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് ഇംഗ്ലണ്ടിനാണ്. ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം കിട്ടിയത് മെസ്സിക്ക് തന്നെയാണ്. ടൂർണമെന്റിൽ ആദ്യ ഗോൾ നേടിയത് ഇന്നർ വലൻസിയാണ് കേട്ടോ. ആദ്യ ഗോൾ നേടിയത് ആരാണെന്ന് ചോദിച്ചുള്ളത് എന്നർ വലൻസിയാണ്. ഇക്വഡോറുകാരനാണ് ആദ്യ ഗോൾ നേടിയത്. ഇനി ഖത്തർ ലോകകപ്പ് ഹാട്രിക് ഗോൾ നേടിയ ആദ്യ താരമാണ് ഗൊൺസാലോ റോമസ്. ഖത്തർ ലോകകപ്പിൽ തന്നെ ഹാട്രിക് നേടിയ ആദ്യ താരം ചോദിച്ചാൽ ഗൊൺസാലോ റോമസ് ആണ്. പോർച്ചുഗൽ താരമാണ്. ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയ താരമാണ് കിലിയൻ എംബാപ്പെ. അപ്പോൾ ഫൈനലിൽ ആർക്കാണ് ഹാട്രിക് കിട്ടിയെന്ന് ചോദിച്ചാൽ കിലിയൻ എംബാപ്പയ്ക്കും. ഖത്തർ ലോകകപ്പ് ഹാട്രിക് നേടിയ ആദ്യ താരമാണെങ്കിൽ അത് ഗൊൺസാലോ റാമോസ് പോർച്ചുഗൽ താരമാണ്. ഇനി ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ യോഗ്യത നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം ചോദിച്ചാൽ മൊറോക്കോ ആണ് കേട്ടോ. സെമി ഫൈനലിൽ മൊറോക്കോ ക്രൊയേഷ്യ തമ്മിലായിരുന്നു. അതിൽ മൊറോക്കോ തോൽക്കുകയാണ് ചെയ്തത്. അപ്പം മൊറോക്കോ 4ാം സ്ഥാനത്തേക്ക് വന്നു. ഓക്കെ. ഇനി ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ ആദ്യ രാജ്യം സ്പെയിനാണ്. ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ ആദ്യ രാജ്യം ചോദിച്ചാൽ സ്പെയിനാണ്. 2010 പറഞ്ഞു. അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, ഇത് 2010 ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ രണ്ടാമത്തെ രാജ്യമാണ് അർജന്റീന കേട്ടോ. അതോടെ നോക്കിക്കോ. ആദ്യ മത്സരം സൗദി അറേബ്യയോടാണ് തോറ്റത്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അതായത് ഒരു ഗൾഫ് രാജ്യത്തിനോട് തോറ്റ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം, അങ്ങനെ എന്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. യൂറോപ്യൻ രാജ്യമല്ല, ലാറ്റിൻ അമേരിക്കൻ രാജ്യം അർജന്റീന. അപ്പോൾ ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ രണ്ടാമത്തെ രാജ്യമാണ് അർജന്റീന. ആദ്യത്തെ രാജ്യം ഏതാണ്? സ്പെയിനാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി. ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറിയാണ് സ്റ്റെഫാനി ഫ്രപ്പാട്ടാണ് കേട്ടോ. പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ച ആദ്യത്തെ വനിത സ്റ്റെഫാനി ഫ്രപ്പാട്ടാണ്. ഇനി ഫൈനൽ ലോകകപ്പിലെ ഒറിജിനൽ ട്രോഫി അനാവരണം ചെയ്ത ആദ്യ ഇന്ത്യക്കാരിയായ സിനിമാ താരം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദീപിക പദുക്കോണാണ്. ഖത്തറിൽ നടന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ഔദ്യോഗിക സ്പോൺസറായിരുന്നത്. ഖത്തറിൽ നടന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസറായിരുന്നു നമ്മുടെ ബൈജൂസ്. ലോകകപ്പ് സ്പോൺസറാകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന നേട്ടവും വിദ്യാഭ്യാസ സ്ഥാപനമായ ബൈജൂസ് സ്വന്തമാക്കി. ഇനി ലോകകപ്പ് ചരിത്രത്തിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം 2 തവണ നേടിയ ആദ്യ താരം ചോദിച്ചാൽ അത് ലയണൽ മെസ്സിയാണ്. 2 തവണയാണ് ലയണൽ മെസ്സിക്ക് ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരവും ലയണൽ മെസ്സിയാണ്. 26 മത്സരങ്ങൾ ലോകകപ്പ് ഫുട്ബോളിൽ കളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചു ലോകകപ്പിൽ. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരത്തിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് 19 എണ്ണത്തിൽ. അതുപോലെ ഒരു ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടി. മാൻ ഓഫ് ദ മാച്ച് 5 തവണ കിട്ടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് 11 തവണയും ഒരു ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് മാച്ച് പുരസ്കാരം നേടി 5 തവണ. എന്താ ഇപ്പോൾ ഡിഫറൻസ്? ഒരു ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും. എനിക്ക് ഡിഫറൻസ് മനസ്സിലായില്ല. എന്തായാലും 5 തവണ 11 തവണ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി 5 ലോകകപ്പിൽ ഗോൾ അല്ലെങ്കിൽ അസിസ്റ്റ് നടത്തിയ ആദ്യ താരം ചോദിച്ചാലും ലയണൽ മെസ്സിയാണ്. ലോകകപ്പിന് ഗ്രൂപ്പ് ഘട്ടം മുതൽ ഫൈനൽ വരെയുള്ള എല്ലാ ഘട്ടത്തിലും ഗോൾ നേടിയ ആദ്യ താരം ചോദിച്ചാലും മെസ്സിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് സെറ്റാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2013
2013 സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം ഏതാണെന്ന്. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഐസൺ ആണ്. ഐസൺ. ഇതെന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ന് അറിയില്ല. എന്നാൽ കറണ്ട് അഫയർ ഒന്നും അല്ല. ഓക്കെ, ഐസൺ ആണ്. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം ചോദിച്ചാൽ ഐസൺ ആണ് കേട്ടോ. ഐസൺ. അടുത്ത മധ്യകാല യൂറോപ്യൻ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണെന്ന്. മധ്യകാല യൂറോപ്യൻ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ പാർമയാണ് കേട്ടോ. പാർമ. മധ്യകാല യൂറോപ്യൻ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമ. ഇതെന്തിനാണ് ഇങ്ങനത്തെയൊക്കെ ഒരു ബന്ധവുമില്ലാത്ത ക്വസ്റ്റ്യൻ അറിയില്ല. പാർമയാണ് കേട്ടോ. അത് ജസ്റ്റ് PYQ ആണ്, അങ്ങനെ പഠിച്ചു വെക്കുക. പാർമയാണ് നിലനിന്നിരുന്നത്. ഇനി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്, മാനക രേഖാംശം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് മാനക രേഖാംശം വരുന്നത്? അത് 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് നമ്മുടെ മാനക രേഖാംശം. മാനക രേഖാംശം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ടൈം ഇന്ത്യയുടെ സമയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആയിട്ടുള്ള മാനക രേഖാംശമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യക്ക് ഒരു ടൈം സോൺ അല്ലെങ്കിൽ ഒരു ടൈം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രത്യേകം ടൈം സോൺ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഗുജറാത്തും, അതായത് നമ്മുടെ വെസ്റ്റേൺ സൈഡും ഈസ്റ്റേൺ സൈഡും കൂടി കമ്പയർ ചെയ്യുമ്പം എത്ര മണിക്കൂർ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറയാറുള്ളത്? 2.5 മണിക്കൂർ കേട്ടോ. 2.5 മണിക്കൂർ ഡിഫറൻസ് ആണ് വെസ്റ്റ് സൈഡ് ഈസ്റ്റേൺ സൈഡും കമ്പയർ ചെയ്യുമ്പോൾ പറയാറുള്ളത്. അതിൽ ആദ്യമേ സൂര്യൻ ഉദിക്കുന്നത് ഏത് സൈഡെന്ന് ചോദിച്ചാൽ ഈസ്റ്റേൺ സൈഡിൽ അരുണാചൽ പ്രദേശിലായിരിക്കും ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. ഇനി 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? യുപിയിലെ മെയിനായിട്ട് അലഹബാദിലൂടെ കടന്നു പോകുന്നു, മധ്യപ്രദേശിലൂടെ കടന്നു പോകുന്നു, ഛത്തീസ്ഗഡിലൂടെ കടന്നു പോകുന്നു, ഒഡീഷ ഉണ്ട്, അതുപോലെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഏതൊക്കെയാണ്? UP, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ 82 ഡിഗ്രി ഹാഫ് ഡിഗ്രി കടന്നു പോകുന്നത്. ഇനി 82 ഡിഗ്രി ഹാഫ് ഡിഗ്രിയും നമ്മുടെ ലോകത്തിലെ ഒരു ഇതുണ്ടല്ലോ 0 ഡിഗ്രി മാനകരേഖാംശം. ഈ 0 ഡിഗ്രി മാനകരേഖാംശവും 82 ഡിഗ്രി ഹാഫ് ഡിഗ്രിയും 82 ഡിഗ്രി ഹാഫ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ എത്ര സമയ ഡിഫറൻസ് ഉണ്ട്? 5.5 മണിക്കൂർ സമയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. 5.5 മണിക്കൂർ നമ്മൾ മുൻപിലാണ്. 5.5 മണിക്കൂർ നമ്മൾ മുൻപോട്ടാണ്, നമ്മുടെ ടൈം മുൻപോട്ടാണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.